കോട്ടയം പൂഞ്ഞാറിൽ പള്ളി ഗ്രൗണ്ടിൽ വൈദികനെ ബൈക്കിടിപ്പിച്ച സംഭവത്തിൽ 6 പേർ പോലീസ് കസ്റ്റഡിയിൽ. പ്രായപൂർത്തിയാകാത്തവരടക്കമുള്ളവരെയാണ് ഈരാറ്റുപേട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പരിക്കേറ്റ പൂഞ്ഞാർ സെന്റ് മേരീസ് ഫെറോന പള്ളി സഹവികാരി ഫാദർ ജോസഫ് ആറ്റുചാലിൽ ചികിത്സയിലാണ്. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, എപ്പോഴായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്? എത്ര പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്? ദിവ്യ, ഇന്നലെ ഉച്ചയ്ക്കാണ് പൂഞ്ഞാറിൽ ഈ സംഭവം ഉണ്ടായത്. പൂഞ്ഞാർ സെന്റ് മേരീസ് ഫെറോന പള്ളിയുടെ മുറ്റത്ത് ബൈക്കിലും കാറിലുമായി അഭ്യാസ പ്രകടനം നടത്താനെത്തിയവരെ തടഞ്ഞ വൈദികനെ ബൈക്കിലും കാറിലും എത്തിയവർ ഇടിച്ചിട്ട ശേഷം പോയി എന്നതാണ് പരാതി. ഇതേ തുടർന്ന് ഈ പരിക്കേറ്റ ഫാദർ ജോസഫ് ആറ്റുചാലിൽ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തരികയും ചെയ്തു. സംഭവത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നു. ജനപ്രതിനിധികളും അതോടൊപ്പം പള്ളി വിശ്വാസികളുടെയും നേതൃത്വത്തിൽ ഇന്നലെ വൈകിട്ട് പൂഞ്ഞാറിലും അതോടൊപ്പം വിവിധയിടങ്ങളിലും പ്രതിഷേധ പ്രകടനം നടത്തി. അടിയന്തരമായി ഈ കുറ്റക്കാരായവർക്കെതിരെ നടപടിയെടുക്കണമെന്നുള്ള ആവശ്യം ഉയർന്നു. തുടർന്ന് ഈരാറ്റുപേട്ട പോലീസാണ് ഇപ്പോൾ 6 പേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇതിൽ പ്രായപൂർത്തി ആകാത്തവരുമുണ്ട് എന്നാണ് വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവരുടെ പേര് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആകെ 12 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. അതിൽ 5 പേരാണ് പ്രായപൂർത്തിയാകാത്തത്, 7 പേർ പ്രായപൂർത്തിയായവരാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സമീപത്തൊരു സ്കൂളിലെ +2 വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ ഈ റോഡ് നിർമ്മാണം ഈ പള്ളിയുടെ മുന്നിൽ നടക്കുന്നുണ്ട്. ആ സമയത്ത് പള്ളി കോമ്പൗണ്ടിലൂടെ വാഹനങ്ങൾ കയറ്റി പുറത്തേക്ക് കൊണ്ടുപോയതിനിടെയാണ് സംഭവങ്ങൾ ഉണ്ടായതെന്നാണ് പോലീസ് നൽകുന്ന ഒരു വിശദീകരണം. പള്ളിക്ക് ആ സമയം ഒരു അശുശ്രൂഷ നടക്കുന്നുണ്ടായിരുന്നു. ഒച്ചയും ശബ്ദവും കേട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന വൈദ്യൻ ഇവരെ തടയുകയും അതിനെ തുടർന്ന് ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായും. ഉടനെ വാഹനം പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് വൈദികന് പരിക്കേറ്റത്. ഈ സംഭവത്തിൽ വേഗത്തിൽ പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ദിവ്യ, പൂഞ്ഞാറിൽ വൈദികനെ ബൈക്കിടിപ്പിച്ച കേസിലാണ് ഇപ്പോൾ 6 പേർ കസ്റ്റഡിയിലായിട്ടുള്ളത്. 12 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.